ചരിത്രം എപ്പോഴും വിജയികളുടേതാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ചരിത്രം മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന ചില മുഖങ്ങളുമുണ്ട്. ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കറിന് ഇരിക്കാൻ സ്വന്തം സീറ്റ് വിട്ടു നൽകിയ ഒരാൾ. പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകൃതമായപ്പോൾ അവിടുത്തെ ആദ്യത്തെ നിയമമന്ത്രിയായ ഒരു ദളിത് നേതാവ്. മുഹമ്മദ് അലി ജിന്നയുടെ വലങ്കയായിരുന്ന അദ്ദേഹം വിശ്വസിച്ചത് ഒന്നേയുള്ളൂ: ഹിന്ദു മേൽക്കോയ്മയുള്ള ഇന്ത്യയേക്കാൾ സുരക്ഷിതം മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ ആയിരിക്കുമെന്ന്. എന്നാൽ വെറും 3 വർഷത്തിനുള്ളിൽ തന്റെ ചോരയും നീരും നൽകി പടുത്തുയർത്തി ആ രാജ്യം ഉപേക്ഷിച്ച് ജീവനും കയ്യിൽ പിടിച്ച് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരിച്ചോടേണ്ടി വരുന്നു. ആരായിരുന്നു ജോഗേന്ദ്രനാഥ് മണ്ഡൽ? എന്തിനാണ് അദ്ദേഹം അംബേദ്കറുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ജിന്നയെ വിശ്വസിച്ചത്? പാകിസ്ഥാനിലെ ആ ദളിത് സിംഹത്തിന് ഒടുവിൽ എന്ത് പറ്റി? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയുടെ, വഞ്ചനയുടെ, കണ്ണീരിന്റെ കഥയാണിത്. 1904 ജനുവരി 29 ഇന്നത്തെ ബംഗ്ലാദേശിലെ ബാരിസാർ ജില്ലയിലുള്ള ഒരു സാധാരണ ഗ്രാമം. അവിടെയാണ് ജോഗേന്ദ്രനാഥ് മണ്ഡൽ ജനിക്കുന്നത്. അക്കാലത്ത് ചണ്ടാളർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നാമശൂദ്ര വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. വഴി നടക്കാൻ അനുവാദമില്ലാത്ത, അക്ഷരം നിഷിദ്ധമായ ഒരു കാലം. പക്ഷേ മണ്ഡൽ പൊരുതി. ദാരിദ്ര്യത്തോടും ജാതീയതയോടും പൊരുതി അദ്ദേഹം നിയമവിരുദ്ധം നേടി. 1930കളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു ഉദയ സൂര്യനെ പോലെ വളർന്നു. ദളിതർക്കും പിന്നോക്കക്കാർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു കരുത്തുറ്റ നേതാവായി. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള വിപ്ലവകാരികളുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചു. പക്ഷേ കോൺഗ്രസിനുള്ളിലെ ചില സവർണ മേധാവിത്വ നിലപാടുകൾ മണ്ഡലിനെ അസ്വസ്ഥനാക്കി. അവിടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾ വഴിമാറുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ 2 വൻമരങ്ങളായിരുന്നു അംബേദ്കറും മണ്ഡലും. ദളിത് രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ എത്തിക്കാൻ ഇരുവരും ഒന്നിച്ചു നിന്നു. ഒരു രസകരമായ വസ്തുത അറിയാമോ? 1946 ഡോക്ടർ അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിക്കാൻ ബോംബെയിലെ കോൺഗ്രസ് നേതാക്കൾ തടസ്സം നിന്നപ്പോ ബംഗാളിൽ നിന്ന് തന്റെ സീറ്റ് നൽകി അംബേദ്കറെ സഭയിലേക്ക് എത്തിച്ചത് ഇതേ ജോഗേന്ദ്രനാഥ് മണ്ഡലായിരുന്നു. ആ ഒരൊറ്റ പ്രവൃത്തി മതി അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്താണെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ വിഭജനത്തിന്റെ കാര്യത്തിൽ ഇരുവരും 2 തട്ടിലായി. അംബേദ്കർ പറഞ്ഞു, ഇസ്ലാം എന്നത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു സാഹോദര്യമാണ്, അത് സാർവത്രികമല്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ദളിതർ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല. എന്നാൽ മണ്ഡൽ ചിന്തിച്ചത് മറ്റൊന്നാണ്. ദളിതരും മുസ്ലിങ്ങളും ഒരേപോലെ പീഡിപ്പിക്കപ്പെടുന്നവരാണല്ലോ, അതുകൊണ്ട് സവർണ ഹിന്ദുക്കളേക്കാൾ മുസ്ലിങ്ങളാണ് നമ്മുടെ സ്വാഭാവിക സഖ്യകക്ഷികൾ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഈ ഒരു സിദ്ധാന്തമാണ് അദ്ദേഹത്തെ ജിന്നയുടെ അടുത്തേക്ക് എത്തിച്ചത്. മുഹമ്മദ് അലി ജിന്ന ഒരു തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനായിരുന്നു. പാകിസ്ഥാൻ എന്നത് വെറും ഒരു മതരാഷ്ട്രമല്ല, മറിച്ച് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും സംരക്ഷണം നൽകുന്ന ഒരു സങ്കേതമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് മണ്ഡലിനെ ആവശ്യമായിരുന്നു. ജിന്ന മണ്ഡലിന് വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴയാണ് നൽകിയത്. പാകിസ്ഥാനിൽ ദളിതർക്ക് 33% സംവരണം കൊടുക്കും, പൂർണ്ണമായ മതസ്വാതന്ത്ര്യം കൊടുക്കും, ഭരണത്തിൽ നിർണായക സ്വാധീനം കൊടുക്കും. മണ്ഡൽ ഇതെല്ലാം വിശ്വസിച്ചു. 1946 നൊഖാലി കലാപത്തിൽ ആയിരക്കണക്കിന് ദളിതർ കൊല്ലപ്പെട്ടപ്പോഴും അദ്ദേഹം മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞില്ല. പകരം മുസ്ലിം ദളിത് ഐക്യത്തിനായി അദ്ദേഹം പ്രസംഗിച്ചു നടന്നു. 47 ഓഗസ്റ്റ് 11 പാകിസ്ഥാൻ ഭരണഘടനാ സഭയുടെ ആദ്യ അധ്യക്ഷനായി ജിന്ന തെരഞ്ഞെടുത്തത് മണ്ഡലിനെയായിരുന്നു. ഒരു ദളിത് നേതാവിനെ മുൻനിർത്തി ജിന്ന ലോകത്തെ കബളിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 15 പാകിസ്ഥാൻ പിറന്നു. ലിയാഖത്ത് അലി ഖാൻ പ്രധാനമന്ത്രിയായി മന്ത്രിസഭയിൽ ജോഗേന്ദ്രനാഥ് മണ്ഡൽ പാകിസ്ഥാന്റെ ആദ്യ നിയമ തൊഴിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു ദളിതൻ ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ നിയമമന്ത്രി, ചരിത്രപരമായ നേട്ടം എന്ന് പലരും കരുതി. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ മണ്ഡലിന്റെ സ്വപ്നങ്ങൾ തകരാൻ തുടങ്ങി. 48 മുഹമ്മദ് അലി ജിന്ന മരിച്ചു. അതോടെ പാകിസ്ഥാനിലെ മിതവാദത്തിന്റെ മുഖം മൂടി അഴിഞ്ഞും വീണു. മണ്ഡൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. സർക്കാർ ജോലികളിൽ ദളിതരെ ബോധപൂർവം ഒഴിവാക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ ദളിത് യുവതികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നു. ദളിതരെ കാഫിറുകൾ എന്ന് വിളിച്ച് വേട്ടയാടാനും തുടങ്ങി. സ്വന്തം വകുപ്പിന് കീഴിൽ പോലും ഒരു ദളിതന് നീതി നൽകാൻ മണ്ഡലിന് കഴിയാത്ത അവസ്ഥ വന്നു. അദ്ദേഹം പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാന് കത്തുകൾ അയച്ചു. പക്ഷേ മറുപടി പരിഹാസമായിരുന്നു. പാകിസ്ഥാന്റെ മതേതര മുഖമായി ഇരിക്കാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അനുവാദം, പ്രവർത്തിക്കാനായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പാവയായി പ്രതിഷ്ഠിച്ചു. 1950 ആയപ്പോഴേക്കും കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ ഭയാനകമായി. മുസ്ലിം മതമൗലികവാദികൾ ദളിത് ഗ്രാമങ്ങൾ ചുട്ടെരിച്ചു. ആയിരക്കണക്കിന് ദളിതർ കൊല്ലപ്പെട്ടു. തന്റെ കൺമുന്നിൽ സ്വന്തം ജനത വഞ്ചിക്കപ്പെടുന്നത് മണ്ഡൽ നോക്കി നിന്നു. അദ്ദേഹം രാജിക്കത്ത് തയ്യാറാക്കി. ആ രാജിക്കത്ത് വെറുമൊരു ഔദ്യോഗിക രേഖയല്ല, അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു കുറ്റപത്രമാണെന്ന് അദ്ദേഹം എഴുതി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സമാധാനത്തോടെ കഴിയാമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വേണ്ടത് ദളിതരുടെ അടിമത്തമാണ്. ഇവിടെ ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ചും ദളിതർക്ക് ഭാവിയില്ല. 1950 ഒക്ടോബർ 8 അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. പക്ഷേ അവിടെ നിന്നാൽ തന്റെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആരും അറിയാതെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ മണ്ഡലിനെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. പാകിസ്ഥാൻ രൂപീകരിക്കാൻ കൂട്ടുനിന്ന വഞ്ചകൻ എന്ന മുദ്രയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
സ്വന്തം നാട്ടിലും മറുനാട്ടിലും അദ്ദേഹം ഒറ്റപ്പെട്ടു. കോൺഗ്രസോ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ അദ്ദേഹത്തിന് സ്ഥാനം നൽകിയില്ല. പശ്ചിമ ബംഗാളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അദ്ദേഹം അലഞ്ഞു. താൻ പാകിസ്ഥാനിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച ദളിത് സഹോദരങ്ങൾ ഇന്ന് അവിടെ അനുഭവിക്കുന്ന നരകയാതനകൾക്ക് താനാണ് ഉത്തരവാദി എന്ന കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി. 1968 ഒക്ടോബർ 5 പശ്ചിമ ബംഗാളിലെ ബോങ്കോവോണിൽ ആരും അറിയാതെ ആ വലിയ നേതാവ് അന്തരിച്ചു. പത്രങ്ങളിൽ ഒരു ചരമവാർത്ത പോലും പ്രാധാന്യത്തോടെ വന്നിട്ടില്ല. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അതൊരു രാഷ്ട്രീയ ചതിയുടെ കഥ മാത്രമല്ല, മതരാഷ്ട്രീയത്തിന്റെ തണലിൽ സമത്വം തേടി പോകുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു മുന്നറിയിപ്പാണത്. ഡിവൈഡ് ഹിന്ദുസ് യുണൈറ്റ് മുസ്ലിംസ് എന്ന ജിന്നയുടെ തന്ത്രത്തിൽ വീണുപോയ ഒരു മനുഷ്യൻ തന്റെ ജീവിതം കൊണ്ടും ജനതയുടെ കണ്ണീര് കൊണ്ടും നൽകിയ വിലയാണിത്. അംബേദ്കർ എന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. ജനാധിപത്യപരമായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ, മതപരമായ വാഗ്ദാനങ്ങളിലൂടെയല്ല. ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും അംബേദ്കറുടെ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവർ മണ്ഡലിന്റെ ഈ രാജിക്കത്ത് ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ചരിത്രം ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഈ കഥകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ജീവിതം വെറും ഒരു രാഷ്ട്രീയ പരാജയത്തിന്റെ കഥയല്ല, മറിച്ച് മതമൗലികവാദം എപ്രകാരമാണ് മനുഷ്യത്വത്തെയും ജനാധിപത്യത്തെയും വിഴുങ്ങുന്നത് എന്നതിന്റെ പച്ചയായ തെളിവാണ്. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക, മുസ്ലിങ്ങളെ ഏകീകരിക്കുക, ഈ നിഗൂഢമായ അജണ്ടയിലൂടെ പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം രൂപീകരിക്കാൻ സഹായിച്ച മണ്ഡലിന് ലഭിച്ച കൂലി സ്വന്തം ജനതയുടെ ചോരയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല ആധുനിക രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും അംബേദ്കറേറ്റുകൾ എന്ന് അവകാശപ്പെടുന്നവരും തീവ്രവാദ നിലപാടുകളുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളും തമ്മിലുള്ള അവിശുദ്ധ സഖ്യങ്ങൾ മണ്ഡൽ അന്ന് ചെയ്ത അതേ മാരകമായ തെറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാനിൽ ദളിതർ നേരിട്ടത് കേവലമായ വിവേചനമല്ല, മറിച്ച് കാഫിറുകൾ എന്ന മുദ്രകുത്തിക്കൊണ്ടുള്ള ആസൂത്രിതമായ വംശഹത്യയായിരുന്നു. ഇസ്ലാമിക നിയമങ്ങൾക്കെല്ലാം അപ്പുറം ദളിതർക്കോ മറ്റു ന്യൂനപക്ഷങ്ങൾക്കോ അവിടെ യാതൊരു വിലയുമില്ലെന്ന് മണ്ഡൽ തന്റെ രാജിക്കത്തിൽ വേദനയോടെ കുറിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ സവർണാധിപത്യത്തെ ഭയന്ന് ഇസ്ലാമിന്റെ സമത്വ പറുദീസ തേടിപ്പോയവർക്ക് ലഭിച്ചത് നിർബന്ധിത മതപരിവർത്തനവും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകലും കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളുമായിരുന്നു. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: മതമൗലികവാദം അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ആദ്യം ബലി കൊടുക്കുന്നത് അവരെ സഹായിച്ച പാവം മനുഷ്യരെയായിരിക്കും. സ്വന്തം ശൈവ വൈഷ്ണവ പാരമ്പര്യവും ഭാരതീയ വേരുകളും മറന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളായി മാറുന്ന ഇന്നത്തെ ദളിത് സഹോദരങ്ങൾ മണ്ഡലിന് ഈ ദുരന്തകാവ്യം ഹൃദയത്തിൽ കുറിച്ചിടണം. അംബേദ്കർ അന്ന് നൽകിയ ആ മുന്നറിയിപ്പ് ഇന്നും പ്രസക്തമാണ്. ഹിന്ദുമതത്തിലെ തിന്മകളെ തിരുത്താൻ അവിടെ ആളുകളുണ്ട്, എന്നാൽ ഇസ്ലാമിലെ തിന്മകളെ തിരുത്താൻ ആരും തയ്യാറല്ല. ചരിത്രം നമ്മളെ നോക്കി പരിഹസിക്കാതിരിക്കാൻ വഞ്ചിക്കപ്പെട്ട ആ മഹാന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഭാരതം എന്ന പുണ്യഭൂമിയിൽ മാത്രമേ ഏതൊരു ദളിതനും അന്തസ്സോടെയും അവകാശങ്ങളോടെയും ജീവിക്കാൻ സാധിക്കൂ. ഈ സത്യം തിരിച്ചറിയുക. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ഈ ജീവിതാനുഭവം ഒരു കണ്ണാടിയാണ്, മതരാഷ്ട്രീയത്തിന്റെ ചതിക്കുഴികൾ തിരിച്ചറിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്.